ഇവിടെ പൊയ്കാശ്രീ മഹാദേവ ക്ഷേത്രം കേരളത്തിൽ തന്നെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ഷേത്രക്കുളം അതിന്റെ നവീകരണം എന്നുള്ളത് കാലങ്ങളായി നിങ്ങളെല്ലാം ഉന്നയിച്ചു പോരുന്നൊരു പ്രധാന ആവശ്യമാണ്. ഇവിടെ ക്ഷേത്രത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ്, സെക്രട്ടറി രണ്ടുപേരും വേദിയിലുണ്ട്, കമ്മിറ്റി അംഗങ്ങളുമുണ്ട്. ഇവരെല്ലാം കഴിഞ്ഞ 10 വർഷക്കാലം എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടാണെങ്കിൽ നിരവധി പ്രാവശ്യം ഇവർ രണ്ടുപേരും ക്ഷേത്രത്തിന്റെ മറ്റ് കമ്മിറ്റി അംഗങ്ങളുമൊക്കെ അതോടൊപ്പം തന്നെ അതാത് സമയങ്ങളിൽ അധികാരത്തിൽ നിന്നിട്ടുള്ള ത്രിതല പഞ്ചായത്തിന്റെ ജനപ്രതിനിധികളുമൊക്കെ ഇവിടുത്തെ പൊതുപ്രവർത്തകരും എല്ലാം ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ നമ്മൾ ആഗ്രഹിച്ച നിലയിൽ നമുക്ക് സമയബന്ധിതമായി ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി സാധിച്ചില്ല. വിവിധങ്ങളായ കാരണങ്ങളുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ 2018 മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ മഹാപ്രളയവും പിന്നീട് ഓഖിയും കോവിഡും നിപ്പയും വയനാട് ദുരന്തം അങ്ങനെ ഒരുപാട് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പ്രവർത്തികൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് വേഗതയിൽ ഫണ്ടുകൾ ലഭ്യമാക്കാൻ ചില തടസ്സങ്ങൾ ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. എന്തായാലും അല്പം കാലതാമസം വന്നിട്ടാണെങ്കിൽ കൂടിയും ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു 3 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മളിതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഈ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട റോഷി വെസ്റ്റൻ മിനിസ്റ്റർ വടാട്ടുപാറയിൽ ഒരു ചടങ്ങിനെത്തുമ്പോൾ അതിനു മുന്നേ അദ്ദേഹത്തെ തിരുവനന്തപുരത്തടക്കം വന്ന് ഇവരെല്ലാം കാണുകയും ഞങ്ങളൊക്കെ ഒരുമിച്ച് പോയ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നു. ഇവിടെ വടാട്ടുപാറയിൽ വരുന്ന ഘട്ടത്തിൽ വീണ്ടും ഈ ഒരു ആവശ്യം ഉന്നയിക്കുകയും ഇവിടെ വേദിയിൽ വെച്ച് തന്നെയാണ് അദ്ദേഹം 1ാം ഘട്ടമായ 50 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും അതിപ്പോൾ സമയബന്ധിതമായി തന്നെ നമ്മളിതിന്റെ സാങ്കേതിക നടപടികളൊക്കെ പൂർത്തീകരിച്ച് ഇപ്പോൾ വർക്ക് തുടങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇവിടെ റിപ്പോർട്ടിൽ നേരത്തെ എക്സി സൂചിപ്പിക്കുകയുണ്ടായി. ഈ ഒരു ചെറിയ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങളെല്ലാം വടാട്ടുപാറ നിവാസികളാണ്. ഈ വടാട്ടുപാറ പ്രദേശത്തെ ഒരു ശുദ്ധജല ക്ഷാമത്തിന് വലിയ തോതിൽ അല്ലെങ്കിൽ ഒരു വടാട്ടുപാറ പ്രദേശത്തെ ഒരു ജലസംഭരണി എന്ന് പറയാൻ കഴിയുന്ന നിലയിലാണ് ഈ ചിറ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്, ക്ഷേത്രക്കുളം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. പിന്നീട് കാലക്രമേണ ഇപ്പോൾ നമുക്കറിയാം, അതിന്റെ ചുറ്റും നോക്കിയാൽ മണ്ണെല്ലാം വന്ന് ഇടിഞ്ഞു വീണ് ക്ഷേത്രക്കുളത്തിന്റെ അല്ലെങ്കിൽ ചിറയുടെ വിസ്തൃതി തന്നെ ഇന്ന് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു നാശത്തിന്റെ വക്കിലെത്തിയിട്ടുള്ള ആ ഒരു ക്ഷേത്രക്കുളമാണ്. അത് നവീകരിക്കണം എന്നുള്ളതായിരുന്നു നിങ്ങളെല്ലാം കുറെ കാലങ്ങളായി ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് ഇവിടെ വളരെ ഭംഗിയായി ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു. അതിന്റെ ചെളിയും മറ്റ് എല്ലാം കോരി മാറ്റിയതിനു ശേഷം ചുറ്റും സംരക്ഷണ വിധിയും മറ്റനുബന്ധ നിർമ്മാണങ്ങളെല്ലാം, അതോടൊപ്പം തന്നെ ഈ വടാട്ടുപാറയുടെ വിവിധ പ്രദേശങ്ങളിൽ ജലലഭ്യത ഉറപ്പാക്കാൻ കഴിയുന്ന നിലയിൽ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇതെല്ലാം സമയബന്ധിതമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്, കരാറുകാരനുമുണ്ട്. അപ്പോൾ 1ാം ഘട്ടമായ 50 ലക്ഷം രൂപയുടെ പ്രവൃത്തി അത് എസ്റ്റിമേറ്റിൽ വിഭാവനം ചെയ്യുന്നത് പോലെ തന്നെ വളരെ ഭംഗിയായി സമയബന്ധിതമായി നമുക്ക് പൂർത്തീകരിക്കണം. അങ്ങനെ പൂർത്തീകരിച്ചാൽ തീർച്ചയായിട്ടും തുടർച്ചയിൽ ഇതിന് ബാക്കി വേണ്ടി വരുന്ന ഫണ്ട് കൂടി സർക്കാർ തലത്തിൽ നിന്ന് അനുവദിക്കാൻ കഴിയുന്ന നിലയിലുള്ള ഇടപെടൽ ഇപ്പോൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വർക്ക് വളരെ സമയബന്ധിതമായി നമുക്ക് പൂർത്തീകരിക്കണം. അങ്ങനെ പൂർത്തീകരിക്കാൻ തീർച്ചയായിട്ടും ഇവിടെ ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഏറ്റെടുത്ത കരാറുകാരനും മാത്രമല്ല നാട്ടുകാരുടെയും ക്ഷേത്രം ഭാരവാഹികളുടെയും എല്ലാം നല്ലൊരു സഹകരണം ആ പ്രവർത്തനത്തിന് നമുക്ക് നൽകേണ്ടതുണ്ട്. അങ്ങനെ നൽകിയാൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമുക്ക് സമയബന്ധിതമായി ഈ വർക്ക് പൂർത്തീകരിക്കാൻ കഴിയും. അപ്പോൾ ആ നിലയിലുള്ള ഇടപെടൽ ഏതായാലും നിങ്ങൾ വളരെ കാലമായി ഉന്നയിച്ചിരുന്ന ഒരു ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളെല്ലാം അതിന് സന്നദ്ധരായി തന്നെയാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ വർക്ക് സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനും എല്ലാവരുടെയും കൃത്യമായ സഹകരണവും ഇടപെടലും ഉണ്ടാകണമെന്ന് കൂടി ഈ അവസരത്തിൽ ഞാൻ വിനീതപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. മറ്റധികാരികളിലേക്കൊന്നും കിടക്കുന്നില്ല. ഒരുപാട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ ഒരു പടിവാതിൽക്കൽ നിൽക്കുന്നൊരു ഘട്ടമായതുകൊണ്ട് നാടിന്റെ എല്ലാ മേഖലയിലും ഇതുപോലുള്ള നിരവധി പരിപാടികൾ, ഉദ്ഘാടന പരിപാടികളും ഒക്കെ നടക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഇപ്പോൾ വടാട്ടുപാറയെ സംബന്ധിച്ചാണെങ്കിലും ഒരുപാട് വികസനം നടന്ന, ഒരുപാട് മാറ്റങ്ങൾ വന്ന ഒരു 10 വർഷക്കാലമാണ് ഇപ്പോൾ പൂർത്തിയാകുന്നത്. നിരവധിയായിട്ടുള്ള, ഞാൻ സമയക്കുറവുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. നമ്മുടെ റോഡുകളുടെ വികസനം, അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ പ്രത്യേകിച്ച് വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വലിയ പ്രശ്നങ്ങൾ നേരിട്ടൊരു പ്രദേശമായിരുന്നു. എന്നാൽ അത് പൂർണ്ണമായി പരിഹരിച്ചു എന്നുള്ളതല്ല, പക്ഷേ കുറേയേറെ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഫെൻസിങ്ങിന്റെ നിർമ്മാണം അടക്കമുള്ള പ്രവർത്തനങ്ങൾ
വിവിധ മേഖലകളിൽ ആവശ്യത്തിന് വെളിച്ച സൗകര്യം ഒരുക്കി കൊടുത്ത് പരമാവധി നമ്മുടെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇടപെടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. റോഡുകളുടെ വികസനം ഞാൻ പ്രത്യേകം സൂചിപ്പിക്കേണ്ടതില്ല. അവിടെ നിന്നും കോതമംഗലം മുതൽ നമ്മൾ ഇങ്ങോട്ട് വടാട്ടുപാറ വരെ പരിശോധിച്ചാൽ 3 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ 17 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ആ റോഡ് BMDC നിലവാരത്തിൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് മാക്സിമം മതി കോതമംഗലത്ത് ഇവിടെ എത്തിച്ചേരാൻ, സ്വന്തം വാഹനം ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് തിരിച്ച് കോതമംഗലത്തേക്ക് പോകണമെങ്കിലും. അപ്പോൾ ആ നിലയിൽ നമ്മൾ ആ റോഡിന്റെ നിർമ്മാണം അടക്കം 17 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ടാണ് BMDC നിലവാരത്തിൽ നവീകരിച്ചത്. ആ റോഡിന്റെ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ ഭൂതത്താൻകെട്ട് മുതൽ ഇങ്ങോട്ട് വരുന്ന പ്രദേശത്ത് വനം വകുപ്പിന്റെ ഒക്കെ വലിയ എതിർപ്പുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടാൽ അറിയാം, അവിടെ നേരത്തെ 2 വാഹനങ്ങൾ വന്നാൽ സൈഡ് കൊടുക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവിടെ നമ്മൾ 5 കോടി രൂപ മുടക്കി ഭൂതത്താൻകെട്ട് മുതൽ വടാട്ടുപാറ വരെ നവീകരിക്കാൻ തീരുമാനിക്കുമ്പോൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വലിയ എതിർപ്പാ ഘട്ടത്തിൽ നേരിട്ടിരുന്നു. ഇപ്പോൾ നമ്മൾ ആ ഘട്ടത്തിലെല്ലാം നടത്തിയ കൃത്യമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവിടെ നിന്നും ഭൂതത്താൻകെട്ടിൽ നിന്നും ആരംഭിക്കുന്ന പ്രദേശം മുതൽ പരിശോധിച്ചാൽ അറിയാം, 2 സൈഡിലും ആവശ്യത്തിന് വീതിയിൽ കോൺക്രീറ്റ് ഉൾപ്പെടെ പൂർത്തീകരിച്ചുകൊണ്ടാണ് ആ നവീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ എല്ലാ മേഖലയ്ക്കകത്തും ഗ്രാമീണ റോഡുകളുടെ അടക്കമുള്ള വികസനങ്ങൾ, നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ. എനിക്ക് തോന്നുന്നു കോതമംഗലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഏറ്റവും കൂടുതൽ തുക അനുവദിച്ച ഒരു പ്രദേശം അത് വടാട്ടുപാറയായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഉറച്ചൊരു വിശ്വാസം. അങ്ങനെ നിരവധിയായിട്ടുള്ള ചെറുതും വലുതും ഇവിടെ കാലങ്ങളായി ഉന്നയിക്കുന്ന പട്ടയ പ്രശ്നം അത് പൂർണ്ണമായി നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും അതിനു വേണ്ടിയിട്ടുള്ള വളരെ കൃത്യതയോട് കൂടിയിട്ടുള്ള ഇടപെടൽ, അത് ഒരു 1.5 വർഷക്കാലം മുമ്പാണ് നമ്മൾ സ്പെഷ്യൽ LA ഓഫീസ് കോതമംഗലത്ത് ആരംഭിച്ചു. അതിന്റെ തുടർച്ചയിൽ സർവേ നടപടികൾ വളരെ വേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോയി ആ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. പിന്നീട് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ചില എതിർപ്പുകളൊക്കെ ഉണ്ടായെങ്കിൽ കൂടി അതെല്ലാം പരിഹരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ മേഖലയും അല്ലെങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും സ്പർശിക്കുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഈ മേഖലയ്ക്കകത്ത് നടപ്പാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത് ഭരണസമിതികളും ആ പ്രവർത്തനത്തോട് ചേർന്ന് നിന്നതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ നമുക്ക് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ തുടർച്ചയിൽ നമ്മളിപ്പോൾ ഇവിടെ നടപ്പാക്കാൻ തീരുമാനിക്കുന്ന ഈ വികസന പ്രവർത്തനവും നമുക്ക് വേഗതയിൽ പൂർത്തീകരിക്കണം. അതിനെല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ചുരുങ്ങിയ വാക്കുകളിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് പൊയ്കാശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ കുളം ഈ ചിറ നവീകരിക്കുന്ന പ്രവൃത്തിയുടെ നിർമ്മാണ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.